നിങ്ങൾ വിചാരിക്കും, ഓ പിന്നെ ക്ലാസ് ഒക്കെ വെച്ച് അവളുടെ ഒരു ശോകാണീര്. ഒരിക്കലും ശോകാണീരല്ല. എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത ഒരു തീരുമാനത്തിന്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പറയുവേ, സ്ത്രീകളുടെ ലൈഫിൽ എഡ്യൂക്കേഷൻ വേണം, പിന്നെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം, അങ്ങനൊക്കെ പറയും. പക്ഷെ ഞാൻ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയും. സ്ത്രീകൾ മസ്റ്റായിട്ടും ഡ്രൈവ് ചെയ്യാൻ അറിഞ്ഞിരിക്കും. കാരണമേ, എന്നോട് ആരെങ്കിലും വണ്ടി ഓടിക്കാൻ അറിയാവോ എന്ന് ചോദിക്കുമ്പം ഞാൻ പറയുന്ന ഒരു സ്ഥിരം ക്ലീഷേ ഡയലോഗ് ഉണ്ട്, ലൈസൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതെ, ഈ വണ്ടി ഓടിക്കാൻ അറിയത്തില്ലെന്ന് അംഗീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ വേറൊരു കാര്യം, അതിന്റെ ആവശ്യം എനിക്ക് അങ്ങനെ വന്നിട്ട്. പക്ഷെ മക്കളെ, ഒരു ദിവസം എനിക്ക് എട്ടിന്റെ പണി കിട്ടി. എനിക്ക് വണ്ടി എടുത്തോണ്ട് ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വന്ന് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല വണ്ടി എടുക്കാൻ. രണ്ടും കൽപ്പിച്ച് ദൈവമേ കാത്തോണേ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ വണ്ടി ഉരുട്ടി എടുത്ത് വെളിയിലിറക്കി. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചതിൽ എനിക്ക് നന്ദി പറയേണ്ട എൻ്റെ ഭർത്താവിനോട് മാത്രമാണ് കേട്ടോ. അത് ക്ഷമയോടെ ദിവസങ്ങളോളം കൂടിയിരുത്തി എൻ്റെ തെറ്റുകൾ സഹിച്ച് എന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചതിനൊന്നും അല്ല. അങ്ങനത്തെ ഭർത്താക്കന്മാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നുമില്ല. അഥവാ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വന്തം ഭാര്യമാരോടായിരിക്കത്തില്ല. ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ. എന്നെ എൻ്റെ ഭർത്താവ് എന്നൊക്കെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് നല്ല നുള്ളും വഴക്കും കേട്ടിട്ടുണ്ട്. എന്നിട്ടും ഞാൻ പഠിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ തള്ളി റോഡിൽ ഇറക്കിയ കാര്യം പറഞ്ഞല്ലോ. എനിക്ക് ഈ ഓട്ടോയൊക്കെ ഓപ്പോസിറ്റ് സൈഡിൽ വരുമ്പോഴേ ഒരു പാണ്ടിലോറി വരുന്ന എഫക്റ്റ് ആയിരുന്നു. പിന്നീട് വണ്ടിയായിട്ട് റോഡിൽ ഇറങ്ങുന്ന മിക്ക ദിവസങ്ങളിലും റോഡിലുള്ളവർ എൻ്റെ അച്ഛനെ സ്മരിക്കാറുണ്ടായിരുന്നു. ശരിക്കും നല്ല ചീത്തവിളികൾ കേട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ അതൊന്നും എന്നെ പണ്ടേ ഏക്കാത്തത് കൊണ്ട് ഞാൻ വീണ്ടും വണ്ടി എടുത്തുകൊണ്ട് റോഡിലിറങ്ങി. ആദ്യമൊക്കെ ഈ റിവേഴ്സും പാർക്കിങ്ങും ഒക്കെ എനിക്ക് വലിയ പ്രശ്നമായിരുന്നു. എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റാതെ വരുമ്പോഴേ ഞാൻ മറ്റുള്ളവരുടെ ഹെൽപ്പ് ചോദിക്കും. ചേട്ടാ, ഈ വണ്ടി ഒന്ന് പാർക്ക് ചെയ്ത് തരാവോ, ഈ വണ്ടി ഒന്ന് റിവേഴ്സ് എടുത്ത് തരാവോ, അങ്ങനെയൊക്കെ ഞാൻ മറ്റുള്ളവരോട് ചോദിക്കും. അങ്ങനെ എനിക്ക് പെതുക്കെ കോൺഫിഡൻസ് വന്നു കേട്ടോ. ഇപ്പോഴും ഞാൻ വലിയ ഡ്രൈവറൊന്നുമല്ല. എൻ്റെ വണ്ടിയിൽ ഇഷ്ടം പോലെ തട്ടുമുട്ടും ഒക്കെ ഉണ്ട്. ഇപ്പോഴും നമുക്കിങ്ങനെ തോറ്റു പിന്മാറാനൊന്നും പറ്റത്തില്ലല്ലോ. ഞാൻ ഈ പറഞ്ഞു വരുന്നതേ, എനിക്ക് പറ്റിയില്ലേ അപ്പൊ ഉറപ്പായും നിങ്ങൾക്കും പറ്റും. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞതേ, ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് ആർക്കെങ്കിലും ഒക്കെ മോട്ടിവേഷൻ ആവുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ. എൻ്റെ അഭിപ്രായത്തിലേ, ഇപ്പൊ ലൈസൻസ് ഉള്ള അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ധൈര്യമായിട്ട് വണ്ടി എടുത്തോണ്ട് പുറത്തിറങ്ങണം. നമുക്കപ്പൊ കിട്ടുന്ന ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലേ, അതൊരു വലിയ കാര്യം തന്നെ കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.